നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചത് ഹിന്ദി ഹൃദയഭൂമിയിലുണ്ടായ ഫലമാണ്. UP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയർപ്പിച്ചിരുന്ന മഹാരാഷ്ട്രയിലുണ്ടായ തിരിച്ചടിയാണ് NDA സഖ്യത്തിന്റെ ശോഭ കെടുത്തിയതെന്ന് പറയാം. മഹായുതി, മഹാവികാസ് അഘാഡി എന്നീ രണ്ട് സഖ്യങ്ങൾ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയ ഈ തിരഞ്ഞെടുപ്പ് ഫലം വളരെയധികം ചർച്ചാ വിഷയമായ ഒന്നായി മാറിക്കഴിഞ്ഞു. ഇതിലെ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ മഹാരാഷ്ട്രയിൽ BJP തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചിരുന്നു. ശിവസേന, NCP എന്നിവയിൽ നിന്ന് പിരിഞ്ഞുപോയവർ തങ്ങളുടെ പക്ഷത്ത് എത്തിയതോടെ അവരുടെ ശക്തി കൂടിയിരുന്നു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ അശോക് ചവാൻ ഉൾപ്പെടെയുള്ള നിരവധി പേരാണ് BJPയിലേക്ക് കൂറുമാറിയത്. എതിർവശത്തുള്ള മഹാവികാസ് അഘാഡിയുടെ അവസ്ഥ അപ്പോൾ കൂടുതൽ പരിതാപകരമായി. തങ്ങളുടെ പരമ്പരാഗത ഇലക്ഷൻ ചിഹ്നം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലുമായി. എന്നിട്ടും അവർ നേടിയ വിജയം ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണിക്ക് കരുത്തേകുകയാണ്. ഇവിടെ രാഷ്ട്രീയ സഖ്യങ്ങളുടെ സാന്നിധ്യത്തെക്കാൾ പ്രധാനമായി മറ്റു ചില വിഷയങ്ങൾ നീറിപ്പുകഞ്ഞിരുന്നു. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഉള്ളി ഉൽപ്പാദിപ്പിക്കുന്ന മഹാരാഷ്ട്രയുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ ഒരു വലിയ ഘടകം തന്നെയാണ്. ഉള്ളി കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയ നിരോധനം വൻതോതിൽ കർഷകരോഷമുണ്ടാക്കിയിരുന്നു. മഹാരാഷ്ട്രയുടെ വടക്കൻ ഭാഗങ്ങളിലുള്ള കർഷകർ സ്ഥാനാർത്ഥികളുടെ പ്രവേശനം പോലും തടയുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളും ഉണ്ടായി. സർക്കാർ നടപടികൾ ഈ പ്രതിസന്ധിക്ക് പരിഹാരമായി മാറിയതുമില്ല. മറ്റൊന്ന് ശക്തമായ മറാത്ത പ്രക്ഷോഭമാണ്. മറാത്തികളെ OBC വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്ന ഈ ആവശ്യത്തിന് BJP വലിയ വില കൽപ്പിച്ചതുമില്ല. അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനം വലിയൊരു ആഘോഷമായി നടത്തപ്പെട്ടുവെങ്കിലും അതും മഹാരാഷ്ട്രയിൽ ഒരു ഇളക്കവും സൃഷ്ടിച്ചില്ല. CAA, യൂണിഫോം സിവിൽ കോഡ് എന്നിവയും മറാത്തികളെ കാര്യമായി സ്വാധീനിച്ചതുമില്ല. ഇനി മറ്റൊരു പ്രധാന ഘടകം ശിവസേനയിലും NCPയിലും ഉണ്ടായ പിളർപ്പുകളാണ്. പിരിഞ്ഞുപോയവർക്ക് യഥാർത്ഥ കക്ഷികളുടെ അംഗീകാരവും ചിഹ്നവും ലഭിച്ചു. ചതിക്കപ്പെട്ട ശിവസേനയും NCPയും ശരത് പവാറിൻ്റെയും ഉദ്ധവ് താക്കറെയുടെയും നേതൃത്വത്തിൽ നടത്തിയ പ്രചാരണം അവർക്കനുകൂലമായി ജനപിന്തുണ ലഭിക്കുന്നതിന് ഇടയാക്കുകയും ചെയ്തു. ആരാണ് യഥാർത്ഥ ശിവസേനയും NCPയും എന്ന ചോദ്യത്തിന് ജനങ്ങൾ നൽകിയ തിരഞ്ഞെടുപ്പ് ഫലം തന്നെ ഈ സംഭവ വികാസങ്ങളുടെ അനന്തരഫലമാണ്. ശരത് പവാർ നയിച്ച NCPക്ക് 8 സീറ്റും അജിത് പവാർ നയിച്ച NCPക്ക് 1 സീറ്റുമാണ് ലഭിച്ചത്. ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് ലഭിച്ചത് 9 സീറ്റും ഏകനാഥ് ഷിൻഡെക്ക് 7 സീറ്റും കിട്ടി. ശക്തി കേന്ദ്രങ്ങളിൽ ലഭിച്ച സീറ്റുകൾ വെച്ച് നോക്കിയാൽ ആരാണ് യഥാർത്ഥ ശിവസേന എന്ന ചോദ്യത്തിന് ഉത്തരം ഇനിയും ബാക്കിയാണ്. കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ തിരിച്ചു വന്നതാണ് മറ്റൊരു വലിയ അത്ഭുതം. ഊർജ്ജസ്വലതയോടുള്ള പ്രചരണവും പൊതുമുഖ സ്ഥാനാർത്ഥികൾ അവതരിപ്പിച്ചതും വടക്കൻ മേഖലകൾ, വിദർഭ എന്നിവിടങ്ങളിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് ഇടയാക്കുകയും ചെയ്തു. ബാബാ സാഹേബ് അംബേദ്കറുടെ ചെറുമകനായ പ്രകാശ് അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള വഞ്ചിത് ബഹുജൻ അഘാഡിയുടെ തകർച്ചയും കോൺഗ്രസിന് മറ്റൊരു നേട്ടമായി. 2019 കോൺഗ്രസിനെ പരാജയപ്പെടുത്തുന്നതിലൊരു പ്രധാന പങ്ക് വഹിച്ചത് പ്രകാശ് അംബേദ്കറുടെ ഈ പാർട്ടി സഖ്യമായിരുന്നു. 1996 BJP ശിവസേന സഖ്യം വിജയിച്ച മഹാരാഷ്ട്രയിൽ 1998 ശരത് പവാർ രൂപം കൊടുത്ത സഖ്യം അവരെ പരാജയപ്പെടുത്തിയിരുന്നു. ഏതാണ്ട് 1/4 നൂറ്റാണ്ടിന് ശേഷം അതേ തന്ത്രം തന്നെ വളരെയധികം സീനിയറായ ശരത് പവാർ വീണ്ടും പ്രയോഗിച്ച് BJPയുടെ മുന്നേറ്റത്തെ തടയുകയും ചെയ്തു. വരും നാളുകളിൽ പുതിയ സംഭവ വികാസങ്ങൾ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഉടലെടുക്കുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക. നന്ദി, നമസ്കാരം.